നമ്മുടെ ബോഡിയിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്ലഡ് വെസൽസിനെ കുറിച്ച് നോക്കാം. 3 ടൈപ്പ് ബ്ലഡ് വെസൽസ് ആണ് നമ്മുടെ ബോഡിയിലുള്ളത്. ഫസ്റ്റ് വൺ ആർട്ടറി, സെക്കൻഡ് വൺ വെയിൻ, പിന്നെ ആർട്ടറിയും വെയിനും കണക്ട് ചെയ്യുന്ന കാപ്പിലറീസ്. ഓരോന്നിൻ്റെ സാലിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആർട്ടറിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആർട്ടറിയിൽ തിക്ക് വാളുമാണ് ഇലാസ്റ്റിക് വാൾസുമാണ്. ഇത്തരത്തിൽ തിക്ക് വാൾസ് കൊടുക്കാൻ കാരണം ആർട്ടറിയുടെ ഫ്ലോ ചെയ്യുന്ന ബ്ലഡ് ഹൈ പ്രഷറിലും ഹൈ സ്പീഡിലുമാണ് ഫ്ലോ ചെയ്യുക. ഇത് ഹൈ പ്രഷറിലും ഹൈ സ്പീഡിലും ഫ്ലോ ചെയ്യാൻ കാരണം ഇത് ഹാർട്ടിൽ നിന്ന് വരുന്ന ബ്ലഡ് ആണ്. കാരണം ഹാർട്ടിൽ ഹൈ പ്രഷറിൽ പമ്പിങ് നടത്തി അത്രയും കംപ്രഷനിൽ പമ്പിങ് നടക്കുമ്പോൾ ഹൈ പ്രഷറിലും ഹൈ സ്പീഡിലുമാണ് ഇതിലൂടെ ബ്ലഡ് ഫ്ലോ ചെയ്യുക. ഇത്തരത്തിൽ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നതുകൊണ്ട് ഇതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ആവശ്യമുണ്ട്? തിക്ക് വാൾസും. ഈ തിക്ക് വാൾസ് ഇലാസ്റ്റിക് ആയിട്ടുള്ള വാളുകളും ആയിരിക്കണം. അടുത്ത ടൈപ്പാണ് കാപ്പിലറീസ് എന്ന് പറയുന്നത്. കാപ്പിലറീസ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ലെയർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വെസൽസ് ആണ്. ഇത്തരത്തിൽ ഇതിന് മൈന്യൂട്ട് പോർസ് ആർ സീൻ ഓൺ ദ വാൾ. ഈ കാപ്പിലറിയുടെ പുറത്ത് മൈന്യൂട്ട് പോർസ് കണ്ടിട്ടുണ്ട്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കാപ്പിലറീസ് പൊതുവെ കണ്ടിട്ടുള്ളത് സെൽസിന്റെ ഇടയിലായിട്ടാണ് ഇത് കാണാറ്. ഇത് നമ്മുടെ ന്യൂട്രിയന്റ് എക്സ്ചേഞ്ചിനും ലിംഫിന്റെ ടിഷ്യൂ എക്സ്ചേഞ്ചിനൊക്കെ വേണ്ടിയിട്ട് ടിഷ്യൂ ഫ്ലൂയിഡ് എക്സ്ചേഞ്ചിനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന അത് അത്തരത്തിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് എന്താണ് അതിന്റെ കാപ്പിലറിയുടെ വാളുകൾ മൈന്യൂട്ട് പോർസ് കണ്ടിട്ടുണ്ട്. മാത്രമല്ല ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നത് ലോ പ്രഷറും ലോ സ്പീഡിലും ആയിട്ടുള്ള ബ്ലഡ് ആയിരിക്കും. ഇനി അടുത്തത് വെയിൻസ്. വെയിൻസ് എന്ന് പറഞ്ഞാൽ തിൻ വാളാണ്. മാത്രമല്ല ലോ പ്രഷർ ആൻഡ് ലോ സ്പീഡ്, അതായത് വെയിൻ വെസലിലൂടെ ഫ്ലോ ചെയ്യുന്ന ബ്ലഡ് ലോ പ്രഷറിലും ലോ സ്പീഡിലുമാണ് ഫ്ലോ ചെയ്യുക. കാരണം എന്താ, അതിനെ നമ്മൾ ഡിഫറെൻറ്റ് ബോഡിയിൽ നിന്ന് നമ്മുടെ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ബോഡിയിൽ നിന്ന് ഹാർട്ടിലേക്ക് ബ്ലഡ് എത്തിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന വെസലാണ് എന്തെന്ന് പറയുന്നത്, വെയിൻ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഹാർട്ടിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നതായതുകൊണ്ട് തന്നെ അതിൽ പ്രത്യേകിച്ച് പമ്പിങ് ഓർഗനോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ലോ പ്രഷറും ലോ സ്പീഡിലും ആയിരിക്കും ഇത് ഫ്ലോ ചെയ്യുക. ഇത്തരത്തിൽ ലോ പ്രഷറിലും ലോ സ്പീഡിലും ഫ്ലോ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിന് തിക്ക് വാള് പ്രസന്റ് ആവശ്യമല്ല, നിർബന്ധമല്ല. പകരം എന്താണ്, തിൻ വാള് മതി. മാത്രമല്ല ഇതിൽ നമുക്ക് വാൽസ് എന്ന് പറഞ്ഞുള്ള ഒരു പ്രത്യേക ഒരു സാലിൻ ഫീച്ചർ, വാൽസ് ആർ സീൻ ഇൻ ദ വെയിൻസ്. വാൽസ് എന്ന് പറഞ്ഞ ഒരു സാലിൻ ഫീച്ചർ വെയിനിൽ മാത്രം കണ്ടുവരുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെയിൻസ് നമ്മുടെ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ്, ചിലപ്പം കാലിൽ നിന്ന് അല്ലെങ്കിൽ കയ്യിൽ നിന്നൊക്കെ നമ്മുടെ ഹാർട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു വെസലാണെന്ന് പറഞ്ഞു. ഇത്തരത്തിൽ നമ്മൾ ഗ്രാവിറ്റിക്ക് എതിരായിട്ടാണ് അത് ഫ്ലോ ചെയ്യുക. അപ്പോൾ അത്തരത്തിൽ ബാക്ക് ഫ്ലോ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അത് ബാക്ക് ഫ്ലോ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിൻസിൽ കണ്ടുകൊണ്ടിട്ടുള്ളതാണ് വാൽസ് എന്ന് പറയുന്നത്. ഇനി ഇത് അടുത്തൊരു കോൺസെപ്റ്റാണ് നമുക്ക് പഠിക്കാനുള്ളത്, പോർട്ടൽ വെയിൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും നേരം പഠിച്ചേക്കും ഒന്നില്ലെങ്കിൽ ഹാർട്ടിലേക്ക് എത്തിക്കുന്നത്, അല്ലെങ്കിൽ ഹാർട്ടിൽ നിന്ന് മറ്റ് ഡിഫറെൻറ്റ് ഓർഗൻസിലേക്ക് എത്തിക്കുന്നത്. പൊതുവെ അതായിരുന്നു ആർട്ടറി വെയിൻ എന്ന് പറയുന്നത്. ഇതിൽ വെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ബോഡിയിൽ നിന്ന് ഹാർട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. ഇത്ര ഹാർട്ടിലേക്ക് എത്തിക്കാതെ വേറൊരു ഓർഗനിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു വെസലാണ് പോർട്ടൽ വെയിൻ എന്ന് പറയുന്നത്. പോർട്ടൽ വെയിൻസ് ദാറ്റ് ഡു നോട്ട് റീച്ച് ദ ഹാർട്ട് ആണ് പോർട്ടൽ വെയിൻ എന്ന് പറയുന്നത്. ദേ ക്യാരി ബ്ലഡ് ഫ്രം ഓർഗൻ ടു ഓർഗൻ. ഇത്തരത്തിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു പോർട്ടൽ വെയിൻ ആണ് ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ. ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ എന്താ ചെയ്യുക, നമ്മളെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ അബ്സോർബ് ചെയ്തിട്ടുള്ള ന്യൂട്രിയൻസ് നോർമൽ കേസിൽ നമുക്ക് അത് ഹാർട്ടിലേക്കാണ് എത്തിക്കേണ്ടത്. പക്ഷെ അത് ഹാർട്ടിലേക്ക് എത്തിക്കാതെ ലിവറിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു വെയിൻ ആണ്, അഥവാ പോർട്ടൽ വെയിൻ ആണ് ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ. നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്ന ന്യൂട്രിയൻസ് എങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ സംഭവിക്കുക എന്നുള്ളത് നോക്കാം. 2 മെത്തേഡിലൂടെയാണ് ഇവരെ ട്രാൻസ്പോർട്ട് ചെയ്യാറ്. ഒന്ന് ലിംഫാറ്റിക് വെസൽസ് വഴിയും, 2 കാപ്പിലറീസ് വഴിയും. എങ്ങനെയാണ് കാപ്പിലറീസ് വഴി ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് ഫസ്റ്റ് നോക്കാം. ഇപ്പോൾ നമ്മൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് വില്ലസിൽ നിന്ന് കാപ്പിലറീസ് വഴി അബ്സോർബ് ചെയ്യുന്ന അമിനോ ആസിഡ്സും ഗ്ലൂക്കോസും പോർട്ടൽ വെയിൻ വഴി നമുക്ക് എവിടെ എത്തും, ലിവറിലേക്ക് എത്തും. ഫസ്റ്റ് ഇത് ലിവറിലേക്ക് റീച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് പോർട്ടൽ വെയിൻ വഴി ലിവറിലേക്ക് എത്തും എന്ന് പറഞ്ഞു. ലിവറിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഹെപ്പാറ്റിക് വെയിൻ വഴി അത് ഹാർട്ടിലേക്ക് എത്തും. ഹെപ്പാറ്റിക് വെയിൻ ഉപയോഗിച്ചിട്ട് ലിവറിൽ നിന്ന് ഹാർട്ടിലേക്ക് എത്തുന്നു. അടുത്തതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പിന്നീട് അത് വീനാക്കാവ വഴിയാണ് അത് ഹാർട്ടിലേക്ക് എത്തുന്നത്. അതായത് വീനാക്കാവ എന്ന് പറയുന്നത് ലാർജസ്റ്റ് വെയിൻ ആണ്. ഇനി അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റം വഴിയാന്ന് പറഞ്ഞു. ലിംഫാറ്റിക് സിസ്റ്റം വഴി അത് ഫസ്റ്റ് വൺ നമ്മൾ അബ്സോർബ് ചെയ്യുന്ന ഗ്ലിസറോളും ഫാറ്റി ആസിഡ്സും, അതായത് വില്ലസിൽ നിന്ന് നമ്മൾ അബ്സോർബ് ചെയ്യുന്ന ഗ്ലിസറോളും ഫാറ്റി ആസിഡ്സും അതായത് ഫസ്റ്റ് അത് ലാക്റ്റിയയിലേക്ക് കടക്കുകയും ഇവിടെ കാപ്പിലറീസിലേക്ക് കടക്കുന്ന പോലെ തന്നെ ലാക്റ്റിയലിലേക്ക് കടക്കുകയും ശേഷം അത് ലാക്റ്റിയയിൽ നിന്ന് സ്മോൾ ലിംഫസൽസിലേക്ക് കടക്കുകയും ചെയ്യും. വൺസ് ഇത് സ്മോൾ ലിംഫസൽസിലേക്ക് ഇത് റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എത്താൻ പോകുന്നത് ലാർജ് ലിംഫസൽസിലേക്കാണ്. ലാർജ് ലിംഫസൽസ് വഴി അത് നേരെ ഇവിടെ എത്തിച്ചേരുക, ഹാർട്ടിലേക്കാണ് എത്തിച്ചേരുക. ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ബ്ലഡ് കാപ്പിലറീസിൽ നിന്ന് അബ്സോർബേഷൻ നടത്തിയതിനു ശേഷം ഇവിടെ പോർട്ടൽ വെയിൻ വഴി ഇത് ലിവറിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞു. എന്തിനാണ് ഇത് ലിവറിലേക്ക് എത്തുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. വൈ ദ ന്യൂട്രിയൻസ് റീച്ച് ദ ലിവർ ബിഫോർ ദ ഹാർട്ട്? അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇപ്പോൾ 2 കേസസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് റെഗുലേഷൻ ഓഫ് ഷുഗർ ലെവൽ. അതായത് നമ്മുടെ ബോഡിയിൽ ഷുഗർ ലെവൽ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എന്ത് സംഭവിക്കും? ഗ്ലൂക്കോസ് എന്നുള്ളത് ഗ്ലൈക്കോജൻ എന്നൊരു ഫോമിലേക്ക് മാറ്റിയിട്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ ലിവർ സഹായിക്കുന്നുണ്ട്. അടുത്ത ഒന്നാണ് റെഗുലേറ്റ് ദ എമൗണ്ട് ഓഫ് ന്യൂട്രിയൻസ് ഫോർ സർക്കുലേഷൻ. അതായത് നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡ് സർക്കുലേഷനിലുള്ള ന്യൂട്രിയൻസിന്റെ എമൗണ്ട് എത്രത്തോളം റെഗുലേറ്റ് ചെയ്യണം എന്നുള്ളത് ആര് തീരുമാനിക്കുന്നത്? ലിവറാണ് തീരുമാനിക്കുക.